ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒന്ന് കണ്ടോക്കി. വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നിതാ നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കിച്ചണിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് നൂൽപുട്ടാണ് കേട്ടോ. നൂൽപുട്ടും ചെറുപയറുകറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറുപയറൊക്കെ ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിനി, അത് കഴുകിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുപയർക്ക് പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ, വേറെ ഒന്നും ചേർത്തിട്ടില്ല. പച്ചമുളകും ഉപ്പും ചേർത്തിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കുക്കറിൽ. പിന്നെ നൂൽപുട്ടിനുള്ള മാവ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടേനി. നൂൽപുട്ടിന് മാവ് ഉണ്ടാക്കണതൊക്കെ നമ്മൾ അധികം വീഡിയോസിലും കാണിച്ചതാണ്, പിന്നെ കാണിച്ചതിൻ്റെ കാണിക്കണ്ടല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് മാവ് ഉണ്ടാക്കണമെന്നും കാണിച്ചിട്ടില്ല കേട്ടോ. കുറച്ച് ചൂടുള്ള വെള്ളം മാവ് കുഴച്ച് കൊടുത്താണ്ട് സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇളക്കി മിക്സാക്കി കൊടുത്താട്ടോ, കൈ കൊണ്ട് കുഴച്ചെടുക്കുകയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് ഇൻഡസ് വാലിയിൽ നിന്ന് പിന്നെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു തന്നതിന് ഈ ഒരു മൾട്ടിപ്പോട്ട്, അതിലാണ് കേട്ടോ നമ്മൾ നൂൽപുട്ട് ഉണ്ടാക്കുന്നത്. ഇതിൽ ഇഡ്ഡലി ഉണ്ടാക്കാനും നൂൽപുട്ട് ഉണ്ടാക്കാനും പിന്നെ അതേപോലെ ആവിയിൽ വേവിച്ചെടുക്കണ എന്ത് പലഹാരങ്ങൾ ഉണ്ടാക്കാനും നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിന് 4 പ്ലേറ്റ് വരുന്നതുകൊണ്ട് ഇഡ്ഡലിയും നൂൽപുട്ടും മാത്രമല്ല, നമുക്ക് പിന്നെ ആവിയിൽ വേവിച്ചെടുക്കണ പലഹാരം എന്ത് വേണമെങ്കിലും ഇതിൽ ഉണ്ടാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെ നമുക്ക് പിന്നെ വട്ടയപ്പം ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം, കിണ്ണത്തപ്പം അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നല്ല ഈസിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മളെ ഈ ഒരു മൾട്ടിപ്പോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ മീനൊക്കെ പൊരിച്ചെടുക്കുന്ന ഒരു ചട്ടിനെ കുറിച്ചിട്ടും ഞാൻ അധികം വീഡിയോസിലും പറയലുണ്ട്. എന്നാലും ഇന്നലത്തെ അല്ല മിഞ്ഞാന്നത്തെ വീഡിയോയിലൊക്കെ ഒരുപാട് കമൻ്റ് ഉണ്ട് കേട്ടോ ആ ഒരു പാനിനെ കുറിച്ചിട്ട്. പിന്നെ അതിൻ്റെ ലിങ്ക് വിട്ടുതരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് പിന്നെ വാങ്ങിച്ചാൽ മതി. അതേപോലെ നമ്മളെ കൂപ്പൺ കോഡ് ഉപയോഗിക്കാൻ മറക്കും ചെയ്യരുത് കേട്ടോ. റിസീന എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 12% ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ നൂൽപുട്ടൊക്കെ ഞാൻ അവിടെ പീച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മൾട്ടിപ്പൂട്ടിൽ വെള്ളം ഞാൻ കുറച്ച് നേരത്തെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നൂൽപുട്ട് പീച്ചെടുക്കണതിൻ്റെ മുന്നേ തന്നെ വെള്ളം വെച്ചിട്ടുണ്ടേന്. അപ്പോൾ അത് പീച്ചൊക്കെ വന്നപ്പോഴത്തേന് പിന്നെ ഇതാ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തട്ട് തീക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. പിന്നെ ഇതിനിങ്ങനെ 3 പിടുത്തം ഉള്ളതുകൊണ്ട് നമ്മൾ കൈയൊന്നും പൊള്ളൂല. പിന്നെ തുണിയൊന്നും വെച്ച് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ആ ഒരു പിന്നെ പിടുത്തത്തുമ്പോൾ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൈ അങ്ങനെ പൊള്ളൊന്നും ചെയ്യൂല കേട്ടോ. ആവി കയറുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ അത് ആവി കയറ്റാനൊക്കെ വെച്ചു. പിന്നെ ഇതാ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നൂൽപുട്ടൊക്കെ വെന്തിട്ടുണ്ട്. പിന്നെ ഇതിന്ന് ഈ ഒരു പ്ലേറ്റ് എടുക്കാനും ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്കിതാ ഇതേപോലെയുള്ള നീളമുള്ള ചട്ടുകം വെച്ചിട്ട് അതിൻ്റെ ആ ഒരു പിടി ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഇതേപോലെ ചെയ്താൽ മതി. നമ്മൾ കൈയൊന്നും പൊള്ളൂല. അങ്ങനെ നൂൽപുട്ടൊക്കെ ഇതാ ഞാൻ വേറൊരു പാത്രത്തേക്കൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെറിയൊരു ഫാമിലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ ഈ ഒരു 2 പ്ലേറ്റിൽ നൂൽപുട്ട് ഉണ്ടാക്കിയാൽ തന്നെ വയറ് നിറച്ച് കഴിക്കാൻ മാത്രം ഉണ്ടാവും. അപ്പോൾ എനിക്കൊരു തട്ടുക്കും കൂടെ ഉള്ള പിന്നെ മാവുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ആ ഒരു തട്ടിലും കൂടെ നൂൽപുട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ചെറുപയർ കറി വെന്തിട്ടുണ്ടേനും. ചെറുപയർ കറിക്ക് ഞാൻ തേങ്ങയൊക്കെ അരച്ചത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേന്. പിന്നെ അതൊന്ന് തൂമിച്ചെടുക്കും ചെയ്യാണ്. പിന്നെ ചെറുപയർ കറിക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ വെള്ള കളറായിട്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്. നൂൽപുട്ടക്ക് അങ്ങനെയാണ് ഇവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഒന്നും ഇട്ട് കൊടുക്കാഞ്ഞത്. അപ്പോൾ ഇതാ ഞാനൊരു പാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ട് അതിക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തു. ഒരു വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടേന്. പിന്നെ ഇതാ വേവിച്ച് വെച്ച് ചെറുപയറായിക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറുപയർ കറിക്ക് തേങ്ങ അരച്ചത് ഞാൻ ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടേന് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇത്രേ ഉള്ളൂ, കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കളർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒന്നും ഇടായിട്ടാട്ടോ അങ്ങനത്തെ കളറ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതൊക്കെ ചേർത്തിട്ടുണ്ടേന് ചെറുപയർ വേവിച്ചപ്പം. പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ടേന്. അങ്ങനെ കറിയൊക്കെ റെഡിയായി. നമ്മളെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം.
പിന്നെ ഇന്നലത്തെ നമ്മളെ കാറ്ററിങ്ങിൻ്റെ വീഡിയോ ഒരുപാട് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്യാവശ്യം വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നല്ല നല്ല കമൻസും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടേനും. അപ്പോൾ അതൊക്കെ വായിച്ചപ്പോൾ ഒരുപാട് സന്തോഷമായി. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നിങ്ങളെ പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്തണം. എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇനി ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാട്ടോ. അപ്പോൾ ഞാനിതാ ഒരു 3 നൂൽപുട്ട് എടുത്തൊരു പ്ലേറ്റിൽ ഇട്ടിട്ട് കുറച്ച് ചെറുപയർ കറിയൊക്കെ ഒഴിച്ചിട്ട് പിന്നെ ചായയൊക്കെ കൂട്ടിയിട്ട് കഴിക്കട്ടെ. പിന്നെ ഇപ്പം റിച്ചുമോനൊക്കെ ഉണ്ട് ഇവിടെ ടേബിളും ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് നമുക്ക് കുക്കിംഗ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടിച്ചു വാരലും തുടക്കലൊക്കെ മക്കൾ ചെയ്യും. പിന്നെ എനിക്ക് തുണി അലക്കാനൊക്കെ ഉള്ള പണിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാട്ടോ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയത്. അങ്ങനെ ചായയൊക്കെ കുടിച്ചു. പിന്നെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ പുറത്ത് അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ടേനും. അടുപ്പ് കത്തിച്ച് നമുക്ക് ചോറ് വെക്കാനുള്ള വെള്ളവും അടുപ്പത്ത് വെച്ചിട്ടുണ്ടേനും. അപ്പോൾ ചായയുടെയൊക്കെ കഴിയുമ്പോഴത്തേന് പാത്രം കഴുകലൊക്കെ കഴിയുമ്പോഴത്തേന് വെള്ളവും ചൂടാവും. എന്നിട്ട് അരി ഇട്ട് കൊടുക്കും. പിന്നെ അതേപോലെ പിന്നെന്താ ചോറിന് കൂട്ടാണ്ടാക്കണമെന്ന് വെച്ചാൽ അതും അതിൻ്റെ കൂടെ തന്നെ അങ്ങനെ ഉണ്ടാക്കും. അപ്പോൾ ആ ഒരു പണിയും തീരുമല്ലോ. പിന്നെ നമുക്ക് നമ്മളെ യൂട്യൂബിൻ്റെ കാര്യത്തിനായിട്ട് നിൽക്കുക. യൂട്യൂബിൽ വീഡിയോ പിന്നെ എഡിറ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാനും അങ്ങനെയുള്ള പരിപാടിക്കൊക്കെ നിൽക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ ഓരോ ദിവസവും കടന്നു പോവൽ. അപ്പോൾ ഇതാ വെള്ളം തിളച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അരി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അരി കഴുകി ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. പിന്നെ ഞാൻ പിന്നെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ കമൻറ്റ് ബോക്സിൽ. അപ്പോൾ അതിൽ ചില കൂട്ടുകാരൊക്കെ വിളിക്കലുണ്ട്, മെസ്സേജ് അയക്കലുണ്ട്. യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ പിന്നെ ആഗ്രഹമുണ്ട്, എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുകയെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞുതരാനൊന്നും എനിക്കറിയില്ല. VN-ലാണ് ഞാൻ എഡിറ്റ് ചെയ്യൽ. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ചാനൽ ഉണ്ടാക്കുന്നതും അതേപോലെ പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ എങ്ങനെ എഡിറ്റിംഗ് ഒക്കെ ഒന്ന് പഠിച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് പിന്നെ അങ്ങനെ ചെറിയ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ നോക്കി അങ്ങനെ പഠിച്ചാൽ മതി. അല്ലാതെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞു തരാനൊന്നും എനിക്കറിയില്ല. അതിന് 2 ഫോണും വേണം കയ്യിൽ. അപ്പോൾ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് നല്ല വ്യക്തമായിട്ട് പറഞ്ഞു തരുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. യൂട്യൂബർ കോർണർ മലയാളം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചാനലിൽ തന്നെ ഇഷ്ടംപോലെ ഉണ്ട്. നമുക്കൊരു യൂട്യൂബർമാർക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും അതിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ. അല്ലാതെ ഞാനിങ്ങനെ പറഞ്ഞാലൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. എനിക്കങ്ങനെ പറഞ്ഞു തരാൻ അറിയില്ല. അതുകൊണ്ടാണ്, അല്ലാതെ ഒന്നും വിചാരിക്കരുത്. അപ്പോൾ നമ്മൾ ചോറിന് അരിയൊക്കെ ഇട്ട് കൊടുത്ത് ഇനിയിപ്പോൾ കൂട്ടാൻ ഉണ്ടാക്കാൻ എന്താണെന്ന് വിചാരിച്ചാട്ടോ. അപ്പോൾ നമ്മൾ തൊടിക്ക് ഇറങ്ങിയാൽ തന്നെ ഒരു നേരത്തെ കറിക്കുള്ളതും ഉപ്പേരിക്കുള്ളതൊക്കെ നമ്മളെ തൊടിയിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ ഞാൻ മത്തൻ്റെ ഇല കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മത്തൻ്റെ ഇല പറിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഈ തോടിൻ്റെ അരിക്കിലാണ് ഈ ഒരു മത്തൻ്റെ വള്ളി പടർന്നു പോയിട്ടുള്ളത്. അപ്പോൾ വെള്ളം അങ്ങനെ വരുമ്പോഴേ അത് അവിടെ കടന്നിട്ട് എന്തായാലും ചെയ്യുന്നില്ല കാര്യം ഉറപ്പാണ്. പിന്നെ എന്തായാലും നമുക്ക് കായൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇല നമ്മൾ പൈസ കൊടുത്താൽ വാങ്ങിക്കാൻ കിട്ടില്ലല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ മത്തം ഉണ്ടായിട്ടില്ലെങ്കിലും അതിൻ്റെ ഇല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാനതവിടെ ഉഷാറാക്കി വളർത്തുന്നത്. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് മത്തൻ്റെ ഇല പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ വെള്ളരിക്ക ഉണ്ട്. നമുക്ക് വലിയൊരു വെള്ളരിക്ക ഉണ്ട് കേട്ടോ. അത് ഞാൻ പറിച്ചിട്ടില്ല. ചെറിയൊരു വെള്ളരിക്ക ഞാൻ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കറി ഉണ്ടാക്കുക, ഈ മത്തൻ്റെ ഇല കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കുക. പിന്നെ മീൻ വാങ്ങിച്ചിട്ടുണ്ടേനി. മീനൊക്കെ ഞാൻ കുളിക്കണതിൻ്റെ മുന്നേ തന്നെ മീനൊക്കെ നന്നാക്കി ഉപ്പുമുളകും തേച്ച് വെച്ചിട്ടുണ്ടേനി. അപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ചോറിൻ്റെ കൂട്ടാൻ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ചെറിയൊരു വെള്ളരിക്ക ഞാൻ പറിച്ചുകൊണ്ട് വന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞാണ്ട് അത് ഇതേപോലെ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇതിലേക്കും ഞാൻ മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. പിന്നെ വെള്ളം ഒഴിച്ചാണ്ട് പച്ചമുളകും കീറിയിട്ടാണ്ട് ഉപ്പിട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ വെന്തിട്ട് നമുക്ക് തേങ്ങ അരച്ച അരപ്പയ്ക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങയും ചെറിയ ഉള്ളി നല്ല ജീരകം അരച്ചിട്ട് പിന്നെ കുറച്ച് തൈരും ചേർത്ത് കൊടുത്താൽ കറി റെഡിയായി. ഒന്ന് കടുക് വറുത്തെടുത്താൽ മതി. അപ്പം ഇന്ന് ഈസി ആയിട്ടുള്ള കറിയും ഉപ്പേരിയൊക്കെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ഇത് അടുപ്പത്ത് വെക്കട്ടെ. ഇത് വെന്ത് വരുമ്പോൾ തന്നെ നമുക്ക് മത്തൻ്റെ ഇല അരിഞ്ഞെടുക്കാം. മത്തൻ്റെ ഇല ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. നല്ലോണം കഴുകണം, ചിലപ്പോൾ മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ മഴയൊക്കെ പെയ്തതല്ലേ. അപ്പോൾ നല്ലോണം കഴുകിയെടുത്തിട്ട് മണ്ണൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ കൂടെ ഇതേപോലെ ഇങ്ങനെ കൂട്ടി പിടിച്ചേക്കാം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ചിലർ ഇതിൻ്റെ ആ ഞരമ്പും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് ഇതിൻ്റെ ഇല മാത്രമേ എടുക്കുള്ളൂ. ഇങ്ങനെ കൈ കൊണ്ട് നുള്ളിയെടുക്കും. ആ ഞരമ്പൊക്കെ കളയും ചെയ്യും. അങ്ങനെ ചെയ്യൽ. ഞാൻ ഇതേപോലെ ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് അരിയാട്ടോ ചെയ്യണത്. പിന്നെ നല്ല മൂത്ത ഇലയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഞരമ്പൊക്കെ കുറച്ച് കട്ടിയൊക്കെ ഉണ്ടാവും. ഇത് ഇളയ ഇലയാണ് കേട്ടോ. അപ്പോൾ ആ ഞരമ്പൊന്നും എടുത്തെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതേപോലെ ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട് ഒരു പാത്രത്തേക്ക്. അപ്പോൾ ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മളെ കുക്കറൊക്കെ വിസിലടിച്ച് ഞാൻ ഓഫ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടേനി. അപ്പോൾ അതിൻ്റെ പ്രഷറൊക്കെ
പോയിട്ട് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഇതാ പിന്നെ വെള്ളരിക്കൊക്കെ വെന്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തേങ്ങയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി തേങ്ങയും നല്ല ജീരകവും ചെറിയ ഉള്ളിയും ഇട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് അതിൽ ഒഴിച്ചു കൊടുത്തു. ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ആ ഒരു ജാറിൽ തന്നെ കുറച്ച് തൈര് എടുത്തിട്ട് ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താണ്ട് അതും അതിൽ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇനി കറി തിളക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ഇനി ഞാൻ ഈ കുക്കറിൽ നിന്ന് കറി വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കടുക് വറുത്തെടുക്കും വേണം. പിന്നെ ആ ഒരു ചട്ടി തന്നെ നമുക്ക് പിന്നെ മത്തൻ്റെ ഇല കൊണ്ടുള്ള ഉപ്പേരി ഉണ്ടാക്കാം. പിന്നെ അതൊക്കെ കഴിയുമ്പോഴത്തേന് ചോറ് എന്തായാലും വേവും. ചോറ് വെന്താൽ പിന്നെ ആ അടുപ്പത്ത് നമുക്ക് മീനും പൊരിക്കാം. അപ്പോൾ നമ്മളെ ചോറും കൂട്ടാനൊക്കെ പെട്ടെന്ന് റെഡിയാവും. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മളെ ചോറും കൂട്ടാനൊക്കെ. അപ്പോൾ കറി ഞാൻ കുക്കറിൽ നിന്ന് ഒരു പാത്രത്തേക്കൊക്കെ മാറ്റി കൊടുത്തു. പിന്നെ വെളിച്ചെണ്ണയിൽ കടുകൊക്കെ പൊട്ടിച്ചിട്ട് കറിവേപ്പിൻ്റെ ഇലയും വറ്റൽമുളകൊക്കെ ഇട്ടിട്ട് അതിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ, പിന്നെ നമ്മളെ വെള്ളരിക്ക കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ആ ചട്ടി തന്നെ അവിടെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിന് കേട്ടോ. അപ്പോൾ അത് അതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം കേട്ടോ. വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് മൂത്ത് വന്നാൽ നമ്മൾ അരിഞ്ഞു വെച്ച ആ ഒരു പിന്നെ മത്തൻ്റെ ഇല ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളിത് കഴുകിയ വെള്ളം തന്നെ ഇതിൻ്റെ മേലെ കൂടെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു വെള്ളത്തിൽ കടന്നിട്ട് തന്നെ ഇത് വെന്തോളും. ആവിയിൽ വേവിച്ചെടുത്താൽ മതി. അപ്പോഴാണ് പിന്നെ ഇങ്ങനത്തെ ഉപ്പേരിക്കൊക്കെ നല്ല ടേസ്റ്റ് കിട്ടുക. പിന്നെ തീ ഒരുപാട് കൂട്ടി കൊടുക്കാഞ്ഞാൽ മതി. പിന്നെ തീ കുറച്ച് കൊടുക്കുകയാണെങ്കിൽ അത് ആവി കടന്നിട്ട് തന്നെ വെന്തോളും. പിന്നെ ഇതാ ഞാൻ അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മത്തൻ്റെ ഇലക്ക് കുറച്ച് വേവൊക്കെ ഉണ്ടാവും. ഈ കുമ്പളങ്ങൻ്റെ ഇലയൊക്കെ ഉണ്ടല്ലോ അത് തിളച്ച അപ്പം തന്നെ ഓഫാക്കണം. പിന്നെ അത് കഴിക്കും തോന്നുന്നുണ്ട്. ഇതിന് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. മത്തൻ്റെ ഇലക്ക് കുറച്ച് വേവുണ്ട്. ഇതേപോലെ ചട്ടിയിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഞാൻ പിന്നെ അത് അടച്ചു വെക്കും ചെയ്തിട്ടില്ല കേട്ടോ. അടച്ചു വെച്ചാലും അതിൻ്റെ ആ ഒരു ആവിതിക്ക് ഇറങ്ങിയിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടുകയൊക്കെ ചെയ്യും. പക്ഷെ അതിങ്ങനെ കട്ട കെട്ടണ പോലെ ഉണ്ടാവും. അപ്പോൾ ഞാൻ അടച്ചു വെച്ചിട്ടൊന്നുമില്ല, അതേപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ തേങ്ങയും ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ പച്ചമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ടേനി. പിന്നെ ഇലയൊക്കെ വാടി വന്നപ്പം അതും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ഡ്രൈ ആയി വരുമല്ലോ, ആ ഒരു രീതി ആകണത് വരെ ഇതേപോലെ ഇതിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കും. എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കും. അപ്പോൾ മത്തൻ്റെ ഇലേൻ്റെ ഉപ്പേരി അടിപൊളിയാട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട്. ഇലയൊക്കെ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ കുറച്ച് പറിച്ചു കൊണ്ടുപോയിട്ട് ഇതേപോലെ അരിഞ്ഞ് ഉപ്പേരി ഉണ്ടാക്കി നോക്കുകൊണ്ട്. പിന്നെ ഞാനിതുകൊണ്ട് താളിപ്പൊക്കെ ഉണ്ടാക്കലുണ്ട് കേട്ടോ മത്തൻ്റെ ഇല കൊണ്ട്. അങ്ങനത്തെ കറി നല്ല ടേസ്റ്റാണ്. നമ്മളവിടെയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാക്കും. ഇവിടുന്ന് വിട്ടാൽ ഇങ്ങനെ ഉണ്ടാക്കലുണ്ടോ അല്ലെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. മുരിങ്ങയും മത്തൻ്റെ ഇല ഒന്നും ഉണ്ടാക്കലില്ല എന്നാണ് തോന്നണത്, എന്താ അറിയില്ല. ചില കൂട്ടുകാർ കമൻറ്റിലൂടെയൊക്കെ പറയും ഞങ്ങൾ ഇങ്ങനത്തെ ഒന്നും ഉണ്ടാക്കലില്ല എന്നൊക്കെ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി വെക്കൊണ്ട്. എന്തായാലും നല്ലതാണ് കേട്ടോ മത്തൻ്റെ ഇലയും മുരിങ്ങൻ്റെ ഇലയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് അടുപ്പത്ത് തന്നെ ഉണ്ട്, വാങ്ങി വെച്ചിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ ചോറ് വന്നിട്ടുണ്ട്. ഇനി ചോറ് വന്നപ്പോൾ ചോറൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതാ മീനും കൂടെ പൊരിച്ചെടുത്താൽ നമ്മൾ ചോറും കൂട്ടാനൊക്കെ റെഡിയാവും. പിന്നെ ഇതാ ഈ ഒരു ചട്ടി കേട്ടോ ഞാൻ പറഞ്ഞത്. ഈ ഒരു ചട്ടി വൈറൽ ചട്ടിയാണ്. കാരണം അധിക വീഡിയോസിൽ ഞാൻ ഈ ഒരു ചട്ടിയിൽ മീൻ പൊരിക്കുകയും ചിക്കൻ പൊരിക്കുകയും എന്ത് ചെയ്യുകയാണെങ്കിലും ആരെങ്കിലുമൊക്കെ ആയിട്ട് ചോദിക്കാതിരിക്കില്ല ഈ ഒരു ചട്ടിൻ്റെ ലിങ്ക് തരുമോ എന്നുള്ളത്. അപ്പോൾ അത്രയ്ക്ക് നല്ല ചട്ടി കേട്ടോ അത്. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നോൺ സ്റ്റിക്കിൻ്റെ പോലെ ആയിട്ടുണ്ട്. നല്ല കനമുള്ള ചട്ടിയാണ്. തീ നല്ലോണം കത്തിയാൽ നല്ലോണം ചൂടാവും ചെയ്യും. പിന്നെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചാൽ നമ്മൾ പിന്നെ വെളിച്ചെണ്ണ ചൂടായിട്ട് മീനൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അധികം തീയൊന്നും കത്തണമെന്നൊന്നുമില്ല, പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും കേട്ടോ. പിന്നെ മീനിൻ്റെ ഉള്ളും പുറവും ഒക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് നല്ല ഉഷാറായിട്ട് കിട്ടും. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ചട്ടി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതിന് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക എന്നുള്ളത്. ഇനി ആ ഭാഗം കേക്കൊന്നും ചെയ്യാത്ത ആൾക്കാർക്ക് വീണ്ടും പറയുകയാണ്, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ റസീന എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് 12% ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ കൂപ്പൺ കോഡ് ഉപയോഗിക്കാൻ മറക്കരുത്. അങ്ങനെ ഇതാ നമ്മളെ മീൻ പൊരിച്ചതും അതേപോലെ മത്തൻ്റെ ഇല ഉപ്പേരിയും വെള്ളരിക്കക്കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതാ ഒരു പ്ലേറ്റിലേക്ക് ചോറൊക്കെ വിളമ്പിയിട്ടുണ്ട്. ചോറ് വിളമ്പി. പിന്നെ ഞാനിത് ഈ മാങ്ങാച്ചാർ ഇന്നലെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അത് ഞാൻ ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു മാങ്ങാച്ചാർ. പിന്നെ ഒരു ഭാഗത്തേക്ക് നമ്മളെ മത്തൻ്റെ ഇല ഉപ്പേരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ മത്തി പൊരിച്ചത് 2 വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടെ കൂട്ടിക്കുഴച്ച് കഴിക്കാൻ അടിപൊളിയാട്ടോ. അപ്പോൾ ബിരിയാണിയൊക്കെ അവിടെ നിൽക്കും. ഇങ്ങനത്തെ ചോറും കൂട്ടാനാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ ഇന്നത്തെ മാങ്ങ നമ്മളതാണ്. മാങ്ങ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നേന് കേട്ടോ. പിന്നെ മത്തൻ്റെ ഇല നമ്മൾ തൊടിയിൽ നിന്ന് പറിച്ചതാണ്. വെള്ളരിക്ക് നമ്മൾ തൊടിയിൽ നിന്ന് പറിച്ചതാണ്. പിന്നെ മീൻ മാത്രമേ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ തൊടിയിലും എന്തെങ്കിലും കൂട്ടാൻ വെക്കാനൊക്കെ ഉള്ളതുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ കൂട്ടാനൊക്കെ നമ്മളെ തൊടിയിൽ നിന്നൊക്കെ എടുക്കാം അല്ലേ.
അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുഴിച്ചിട്ടുണ്ടാക്കിക്കോണ്ടി. നമ്മൾ ഉണ്ടാക്കിയതുകൊണ്ട് കറി വെച്ചും ഉപ്പേരി വെച്ചൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആക്കാം കേട്ടോ. ഇനി ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ.